അസാനിയത്തു ഹദീസുമായി ബന്ധപ്പെട്ട ഫവായിദിലെ രണ്ടാമത്തെ വിഷയം വറക്കത്ത് എന്നവരാണ്. വറക്കത്ത് എന്ന് ഫത്തഹി റായ്, റായിന് ഫത്ത് കൊണ്ട് വറക്കത്ത് ബിൻ നൗഫൽ ഫത്തഹി നൂനി നൗഫൽ ഫത്തഹി നൂനി വൽ ഫായ് നൗഫ ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ, അദ്ദേഹത്തിൻ്റെ നിസ്ബ പറയാണ് കേട്ടോ. കാല കിർമാനി കിർമാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വൈൻകുൽത മാ ഖൗലുക ഫി വറക്കത്ത്, വറക്കത്ത് ബിൻ നൗഫൽ എന്നവരെ കുറിച്ച് നിങ്ങളുടെ കൗലെന്താണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള സംസാരം, വാക്ക്. അയ്യഹുക്കമു ബി ഈമാനി, അദ്ദേഹം വിശ്വാസിയാണെന്ന് വിധിക്കപ്പെടാമോ, മുഅ്മിനാണ് എന്ന് വിധിക്കപ്പെടാമോ? ഖുൽതു, ഞാൻ പറയട്ടെ. ഐൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലാ ശക്ക അന്നഹു കാന മുഅ്മിന, ഒരു സംശയമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആദ്യമായ വഹയിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള അതിന് വിശദീകരണം ചോദിക്കാൻ വേണ്ടി ഹബീബാബി കൊണ്ടുപോയ റളിയല്ലാഹു തആല വറക്കത്ത് ബിൻ നൗഫൽ എന്ന ഒരാളായിരുന്നു, മുഅ്മിനായിരുന്നു. ആരെ കൊണ്ട്? പ്രവാചകർക്ക് മുമ്പുള്ള പ്രവാചകനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചയാളായിരുന്നു കേട്ടോ, മുഅ്മിനായിരുന്നു. അന്നഹു കാന മുഅ്മിനൻ ബി ഈസ അലൈഹിസ്സലാം അമ്മൽ ഈമാൻ ബി നബിയിന അലൈഹിസ്സലാം, നമ്മുടെ നബിയെ കൊണ്ട് ആര് വിശ്വസിച്ചോ, ആര് വറക്കത്ത് ബിൻ നൗഫൽ എന്ന് വിശ്വസിച്ചോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം. ഫലം യുഅലം അന്ന ദീന ഈസ ഖദ് നുസിഖ ഇൻദ വഫാത്തി അംല, അറിയപ്പെട്ടിട്ടില്ല വറക്കത്ത് ബിൻ നൗഫൽ എന്നവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ, വഫാത്താവുന്ന ഘട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്ത് ദുർബലപ്പെടുത്തപ്പെട്ടോ ഇല്ലയോ, ഇതിലല്ലേ എന്നറിയില്ല. കാരണം ഈ വഹീനെ സംബന്ധിച്ച് വിവരണം കൊടുത്തിട്ട് അധികം താമസിക്കാൻ തീരുന്നു മഹാനവറുകൾ വഫാത്തായി. അപ്പോൾ പ്രവാചകരുടെ കാലത്ത് പ്രവാചക ജീവിതത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടലുണ്ടായെങ്കിൽ പോലും ആ കണ്ടുമുട്ടി വേർപിരിഞ്ഞ വിടവിൽ എന്താണ് ഈസാ നബിയുടെ ഈ ശരീഅത്ത് ദുർബലപ്പെടുത്തപ്പെട്ടോ ക്യാൻസൽ ചെയ്യപ്പെട്ടോ എന്നുള്ളത് സംബന്ധിച്ചെന്താണ് അറിയപ്പെടുന്നില്ല. വല്ല ഇൻ സബത്ത അന്നഹു കാന മൻസൂഖൻ ഫി ദാലിക്കൽ വക്തി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്ത് വന്നല്ലോ, അവല 6 ഖിറായിൽ ട്രയൽ കംസമുണ്ട്, അവർ നുബൂവത്ത് വന്നെന്ന് സമ്മതിച്ചാൽ അതനുസരിച്ച് തദനുസാരത്തിൽ പുതിയ പ്രവാചകനെ പോസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ കഴിഞ്ഞ പ്രവാചകരായ ഈസാ നബിയുടെ എന്ത് ചെയ്തു, ശരീഅത്ത് ദുർബലപ്പെടുത്തപ്പെട്ടു, അത് നിഷ്ക്രിയപ്പെട്ടു, ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് സംഭവിച്ചാൽ തന്നെ ഫലസം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അസഹായ അഭിപ്രായം അന്നൽ ഈമാന, നിശ്ചയമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ തസ്ദീഖ്, അതെന്താ, അംഗീകരിക്കുക, വാസ്തവമാക്കുക, ഉൾക്കൊള്ളുക എന്നൊക്കെ അർത്ഥം. മനസ്സിലായില്ലേ? വഹുവ ഖദ് സദഖഹു, ഇത്തരത്തിൽ വറക്കത്ത് ബിൻ നൗഫൽ എന്നിവരെന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വാസ്തവമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്ന് നാമൂസാണ്, മൂസാ നബി എടുത്തത് നാമൂസാണ്, അത് ജിബ്രീലാന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ അത് വഹിയാണ് എന്നുള്ള വ്യക്തമായ അറിയിപ്പാർ കൊടുത്തു, വറക്കത്ത് നൗഫൽ എന്നവർ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്, തസ്ദീഖ് ചെയ്തിട്ടുണ്ട്. മിൻ ഗൈരി അൻ യുദ്കരമായി നാഫി, തസ്ദീഖ് ചെയ്യുക മാത്രമല്ല അതിന് വിരുദ്ധമായ അതിന് മാറ്റമായ ഒന്നും ചെയ്തില്ല, പറയുകയും ചെയ്തില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈമാൻ അദ്ദേഹത്തിന് ആരെ കൊണ്ടുണ്ടായി? നമ്മുടെ നബിയെ കൊണ്ടുണ്ടായിട്ടുണ്ട്. ഖുൽതു ഖാല ഇബ്നു മുന്ദി എന്നവർ പറയുന്നു, ഐൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടരാണ്, ഇഖ്തലഫ ഫി ഇസ്ലാമി വറക്കത്ത് എന്നവരുടെ ഇസ്ലാം സ്വീകരണത്തെ സംബന്ധിച്ച്, ഇസ്ലാമിലേക്ക് വറക്കത്ത് എന്നവർ ചേർന്ന് ഉണ്ടായി, വന്നു ചേരുകയില്ല എന്ന് സംബന്ധമായിട്ട് അഭിപ്രായ വ്യത്യാസം അഹ്ലുൽ ഇൽമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലാഹിറു ഹാദൽ ഹദീസി, ഈ ഹദീസിൽ ലാഹിറാവുന്ന കാര്യം ഹുവ ഖൗലുഹു ഫീഹി, അതായത് കൗലാണ് ഈ ഹദീസിൽ ഉദ്ധരിക്കുന്ന വറക്കത്ത് നൗഫൽ എന്നവരുടെ കൗലാണ്, യാ ലൈതനി കുൻതു ഫീഹാ ജദാ, ഞാൻ അങ്ങയുടെ സ്വദേശികളായ നാട്ടുകാർ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടത്തിൽ ഞാൻ എന്താണ് യോഗ്യനായ ആളായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആര് പറയാ? വറക്കത്ത് നൗഫൽ എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് ഈ ഹദീസിൽ വരുന്നുണ്ട്. ആ പ്രയോഗത്തിൽ നിന്നും വരുന്ന അഭിപ്രായം എന്താ? അത് വരുന്ന ലാഹിറായ കാര്യം അമാ ദുഃഖിറ ബാധവും, പിന്നെ അതിനുശേഷം അദ്ദേഹം പരാമർശിച്ച സംഭവങ്ങളുമാവുന്നു അതിന് ലാഹിറാവുന്നവൻ കൗലിഹി, അദ്ദേഹത്തിന് കൗലിൽ നിന്നും ലാഹിറായി പിന്നീട് അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് യദുല്ലു അലാ ഇസ്ലാം, ആ കൗലുള്ള അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ നിലയിൽ നിന്നു അറിയിക്കുന്നു. ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുന്നു, അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അഖ്ബറഹു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രഥമ വഹീൻ്റെ ആ സംവിധാനം, ആ വിഷയത്തെക്കുറിച്ച്, ആറുകരയിലായ സംഭവത്തെക്കുറിച്ച് വിവരം പറഞ്ഞപ്പോൾ, വാർത്ത പറഞ്ഞപ്പോൾ, കാലലഹു വറക്കത്ത് ബിൻ നൗഫൽ, വറക്കത്ത് ബിൻ നൗഫൽ എന്നവർ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ശരീരം ഏത് രക്ഷിതാവിൻ്റെ കൈവശത്തിന് കീഴിലാണെന്ന് വെച്ചാൽ അധികാരത്തിൽ, പരമാധികാരത്തിന് അല്ലാഹു തആല കീഴിലാണോ, ഇന്നക ലനബിയ്യു ഹാദിഹിൽ ഉമ്മ. അറിയാക്ക വറക്കത്ത് ബിൻ നൗഫൽ എന്ന വാക്കാണ്. ഇന്നക നിശ്ചയമായി അങ്ങ് ലനബിയ്യു ഹാദിഹിൽ ഉമ്മ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമുദായത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ പ്രവാചകനാണ് ആര്, അങ്ങ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ മുസ്തദറക്കിൽ ഹാക്കിം എന്ന കിതാബിൽ ഹാക്കിം റഹ്മത്തുള്ളാഹി തആല ആ കിതാബിൽ പറയുന്ന ഹദീസിൻ്റെ കിതാബിന് ഹദീസ് ആയിഷ റളിയല്ലാഹു തആല ഹദീസിൽ നിന്നും റളിയല്ലാഹു തആല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു, നിങ്ങൾ ചീത്ത പറയരുത്, ആക്ഷേപവാക്കളൊന്നും പറയാൻ പാടില്ല. വറക്കത്ത്, ആരെ, വറക്കത്ത് ബിൻ നൗഫലിനെ പറ്റി പറയാൻ പാടില്ല. ഫഇന്നഹു കാന ലഹു ജന്നത്തുൻ, അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു സ്വർഗമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ തീർന്നില്ല, ഔ ജന്നത്താനി, അതിനുണ്ട് രണ്ട് സ്വർഗമുണ്ട്. ഒരു സ്വർഗമുണ്ട്, അതിനുണ്ടാവും രണ്ട് സ്വർഗമുണ്ട് ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ. സുമ്മഖാല ഹാദാ ഹദീസുൻ സഹീഹ്. പിന്നെ അൽ ഹാക്കിം റഹ്മത്തുള്ളാഹി തആല ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇത് സഹീഹായ ഹദീസാണ്, ആ ശർഹ് ശൈഖൈനി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അതിലില്ലാത്ത അവരുടെ ഷർത്തനുസരിച്ചുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന കിതാബാണ് എന്താ, മുസ്തദറക്ക്. മനസ്സിലായില്ലേ? അവരുടെ ഷർത്തനുസരിച്ച് സഹീഹായ ഹദീസാണ് ഈ ഹദീസ്. എന്ത് ചെയ്തു, മുസ്തദറക്കിൽ ഹാക്കിം റഹ്മത്തുള്ളാഹി തആല പറയുന്നത്. അപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല, മനസ്സിലായോ? അത് നമുക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം നബി അനുസരിച്ച് അണും ചെയ്താറ് സഹാബിയാണ്. മനസ്സിലായില്ല പറഞ്ഞു. അപ്പം അതാണ് വറക്കത്ത് നൗഫലിനെ കുറിച്ച് എന്ത് ഈ ഐൻ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ ഒന്നത്തിൽ കാര്യം പറയും കേട്ടോ. അസ്സലാമു അലൈക്കും.